അടുത്തതായി പ്രസിദ്ധീകരിച്ച LDF UDF ഭരണകാല താരതമ്യ പരസ്യങ്ങൾ വലിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന പരസ്യം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ആരോപിച്ച അധ്യാപകനായ ഷിനോ പി ജോസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിനും കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. വായനക്കാരെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ ഈ പരസ്യങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പരാതിയിൽ പറയുന്നു. സർക്കാരിന്റെ PRD വിഭാഗത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചതിനെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. LDF കൺവീനർക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിനുമെതിരെ അന്വേഷണം വേണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. മാർച്ച് 5-നാണ് പ്രമുഖ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഈ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ദേശാഭിമാനി, മാധ്യമം, ദി ഹിന്ദു തുടങ്ങിയ നിരവധി പത്രങ്ങളുടെ 1-ാം പേജിലും 2-ാം പേജിലുമായാണ് താരതമ്യങ്ങൾ നൽകിയിരിക്കുന്നത്. വാർത്താ റിപ്പോർട്ട് എന്ന രീതിയിൽ നൽകിയ പരസ്യങ്ങൾ വായനക്കാരെ കുഴപ്പിക്കുന്നു എന്നതാണ് പരാതിയിലെ വസ്തുത. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ KSRTC പൂട്ടലിനെ വക്കൽ തുടങ്ങിയ തലക്കെട്ടുകളാണ് പരസ്യത്തിന്റെ 1-ാം പേജിൽ വായനക്കാരെ സ്വീകരിച്ചത്. ഇത് UDF കാലത്തെ അവസ്ഥയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ 2-ാം പേജിലേക്ക് കടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം LDF സർക്കാർ പരിഹരിച്ചതായി അവകാശപ്പെടുന്നു. 2 ഭരണകാലഘട്ടങ്ങളിലെയും വികസന സൂചികകൾ തമ്മിലുള്ള വലിയ വിടവാണ് പരസ്യം ചർച്ചയാക്കുന്നത്. വൈദ്യുതി മേഖലയിലെ മാറ്റമാണ് പരസ്യത്തിലെ പ്രധാന ഇനം. കേരളം ഇനി മുതൽ ഇരുട്ടിലെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തലക്കെട്ടിന് മറുപടിയായി വെളിച്ച വിപ്ലവത്തിന്റെ 10 വർഷങ്ങളെന്ന് പിണറായി സർക്കാരിനെ കുറിച്ച് പറയുന്നു. വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യവും ശ്രദ്ധേയമാണ്. UDF കാലത്ത് 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നുവെങ്കിലും LDF കാലത്ത് 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായതായി പരസ്യം അവകാശപ്പെടുന്നു. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും സമാനമായ താരതമ്യം കാണാം. പെൻഷൻ 18 മാസം മുടങ്ങിയ അവസ്ഥയിൽ നിന്ന് 62 ലക്ഷം പേർക്ക് 2000 രൂപ വീതം മുടങ്ങാതെ നൽകുന്ന സുരക്ഷിതമായ അവസ്ഥയിലേക്ക് കേരളം മാറിയെന്നാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം. KSRTCയുടെ കാര്യത്തിലും വലിയ അവകാശവാദങ്ങളാണ് സർക്കാർ ഉയർത്തുന്നത്. UDF കാലത്ത് പ്രതിമാസം 124 കോടി രൂപ നഷ്ടത്തിലായിരുന്ന KSRTCയിലെ എല്ലാ ഡിപ്പോകളും ഇപ്പോൾ ലാഭത്തിലാണെന്ന് പരസ്യം പറയുന്നു. ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പ്, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയവ നടപ്പിലാക്കിയത് പിണറായി സർക്കാരിന്റെ നിഷേധാഢ്യം മൂലമാണെന്ന് സ്ഥാപിക്കാനാണ് പരസ്യം ശ്രമിച്ചിരിക്കുന്നത്. ഇത് തെറ്റിദ്ധാരണാജനകമാണെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. പാഠപുസ്തക വിതരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട്. പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ എന്ന UDF കാലത്തെ ആരോപണത്തിന് സ്കൂൾ തുറക്കും മുമ്പേ പുസ്തകം എത്തിയെന്ന LDF ഭരണ നേട്ടം കൊണ്ട് മറുപടി നൽകുന്നു. മന്ത്രിമാരുടെ പഴയകാല പ്രതികരണങ്ങളും പരസ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കളർ ആയതുകൊണ്ട് പാഠപുസ്തകം വൈകിയെന്ന UDF മന്ത്രിയുടെ വാക്കുകളെ പരിഹസിച്ചുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് ഇനി വേണ്ട എന്ന LDF മന്ത്രിയുടെ പ്രഖ്യാപനമാണ് നൽകിയിരിക്കുന്നത്. ട്രഷറി കാലിയായ അവസ്ഥയും ശമ്പളം നൽകാൻ LICയിൽ നിന്ന് കടമെടുത്ത സാഹചര്യവും UDF കാലത്ത് ഉണ്ടായിരുന്നതായി പരസ്യം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ LDF ഭരണത്തിൽ ശമ്പളവും ക്ഷേമവും സുരക്ഷിതമാണെന്ന് ഇതിൽ പറയുന്നു. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം 2789 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കിയതായും സർക്കാർ അവകാശപ്പെടുന്നു. മരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഹൈടെക് ആശുപത്രികളിലേക്കുള്ള മാറ്റമാണ് ഇതിൽ വിവരിക്കുന്നത്. ടാറിന് കുടിശ്ശിക വന്നതിനാൽ റോഡ് പണി നിലച്ച ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റോഡുകളെല്ലാം ഹൈടെക് ആണെന്നും പരസ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് രാഷ്ട്രീയ തന്ത്രമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം പരസ്യങ്ങൾ വരുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. PRD എന്ന സർക്കാർ സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമായി മാറിയോ എന്ന് പരിശോധിക്കണമെന്നും ഷിനോ പി ജോസ് ആവശ്യപ്പെട്ടു.